ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ബലാലിയത്ത് ഉണ്ടാക്കുക. അപ്പോൾ അതൊന്ന് ചോദിക്കേണ്ടായിരുന്നു, ബലാലിയത്ത് എങ്ങനെ ഉണ്ടാക്കുക. അപ്പോൾ ഒന്ന് ഇതാണ് വർമ്മസല്ലി, രണ്ടാമത്തെ റൈസിൻ്റെ വർമ്മസല്ലി വൈറ്റ്. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതാണ്. ഇതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഉണ്ടാക്കേണ്ട രീതി. ചെയ്യാൻ പോകുന്ന ബലാലിയത്ത് എന്ന് വെച്ചാൽ ഈ ഒരു ഇതാണ്. ഇതിനെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓയിൽ ഒഴിച്ച് ഫ്രൈ പാനിൽ അച്ചടിയിൽ ഓയിൽ ഒഴിച്ചിട്ട്, ഓയിൽ ഏറ്റവും നല്ല ബട്ടറാണ് കേട്ടോ. ബട്ടർ ഇട്ടിട്ട് അതോടുകൂടി തന്നെ ഇതിനെ വറുത്തെടുക്കേണ്ടതാണ് ചെയ്യേണ്ടത്. വറുത്തതെന്ന് വെച്ചാൽ നല്ലൊരു ഗോൾഡൻ കളറായിട്ട് നല്ല ഒരേപോലെ കളറിൽ വറുത്തെടുക്കണം. വറക്കാണ്ട് നമ്മൾ സാധാരണ ചെയ്യും കേട്ടോ. ഇതിപ്പോൾ വെള്ളത്തിലിട്ട് പുഴുങ്ങി ഒരു 3 മിനിറ്റ് എടുത്താലും അത് വേറെ മോഡലാണ്. ഇത് വറക്കുമ്പോൾ നമുക്ക് ഒട്ടിപ്പിടിക്കാണ്ട്. എന്നിട്ട് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. ചൂടുവെള്ളം ഒഴിച്ച് ഒരു 3 മിനിറ്റ് വേവിച്ചതിന് ശേഷം ഊറ്റിയെടുക്കണം. ഊറ്റിയെടുത്തിട്ട് അതിലേക്ക് പഞ്ചസാര ഒരു 50 ഗ്രാം ഇട്ട് കൊടുക്കുക. 2 ഫിനിയാലിട്ട് കൊടുത്താൽ മതി. ആ പഞ്ചസാര ഇട്ടതിന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിനെ നമുക്ക് ഈ ദമ്മിലാക്കേണ്ടതുണ്ട്. ദമ്മാക്കി വെക്കണം. ചെമ്പിലേക്ക് മാറ്റിയിട്ട് അത് ദമ്മാക്കി എടുത്തതിന് ശേഷം, ദമ്മാക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് മുട്ട ഒന്ന് ചിക്കി എടുക്കേണ്ടതുണ്ട്. മുട്ട ചിക്കാനായിട്ടൊരു ഫ്രൈ പാനിലേക്ക് കുറച്ച് ഓയിൽ വെച്ചിട്ട് മുട്ട അതിലേക്ക് ഇടാം. സാധാരണ പലരും പല ടൈപ്പിലാണ് മുട്ട ചിക്കുന്നത്. ഉള്ളി ഇട്ടിട്ട് ചെറിയ ബ്രൗണിഷ് കളറാക്കിയതിന് ശേഷം മുട്ടയിട്ട് ചിക്കി എടുക്കുന്ന ആൾക്കാരുണ്ട്. നമ്മളിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. പലയിടത്തും പല വീടുകളിൽ പല ഇഷ്ടങ്ങളാണല്ലോ. അതും ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. ഏലക്കായപ്പൊടി ഇട്ട് കൊടുക്കുക ബലാലിയത്തിൻ്റെ മുകളിൽ ദമ്മിടുന്നത്. എന്നിട്ട് നമ്മൾ മുട്ട ചിക്കി വെച്ച മുട്ട ദമ്മിട്ടതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഒരു 5 മിനിറ്റിൽ മേലെ വെക്കരുതിട്ടാ നമ്മൾ ദമ്മിടൽ. 5 മിനിറ്റിൽ മേലെ വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അത് കൂടുതൽ ഉടഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. അതിന് ശേഷം നമുക്ക് കാസറോളിലാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ പരിപാടി.